ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത സുജിത്ത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പേഴ്സണലായിട്ട് നടന്ന ഒരു കാര്യമാണ്. എനിക്ക് അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, പെൽവിക് അഡീഷൻ തുടങ്ങിയ അസുഖങ്ങളുണ്ടായിരുന്നു. എന്താണ് ഈ അസുഖമെന്നും ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്തത് എന്താണെന്നൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, പെൽവിക് അഡീഷൻ എന്ന് പറയുന്നത് യൂട്രസുമായിട്ട് സംബന്ധിച്ച അസുഖങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഇത് മൂന്നും. പക്ഷെ അത് തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകവും ഏറ്റവും ഭയാനകവുമായിട്ടുള്ള ഒരു സംഗതി. ശരിക്കും ഞാൻ ആർത്തവ സംബന്ധമായിട്ടുള്ള വേദനയായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. 6 വർഷം മുൻപാണ് എനിക്ക് ഈ ഒരു വേദന തുടങ്ങിയത്. പിരീഡ് ആവുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ വേദന കാര്യമായിട്ടില്ല എങ്കിലും പിന്നീട് തുടർച്ചയായിട്ട് വരുന്ന 3-4 ദിവസങ്ങളിൽ 3 ദിവസം മാത്രമേ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാറുള്ളൂ. പിന്നെ 4, 5, 6 ദിവസം വരെ വേദന നീണ്ടുപോകാറുണ്ട്. തുടക്കകാലങ്ങളിൽ എനിക്ക് 4 ദിവസം മാത്രമേ വേദന ഉണ്ടായിരുന്നുള്ളൂ. അത് സഹിക്കാവുന്നതായിരുന്നു. പിന്നെ വരും കാലങ്ങളിൽ കൂടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് വേണ്ട ചികിത്സയൊക്കെ ഞാൻ എടുത്തിരുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഈ 3 അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പലർക്കും പലതരത്തിലാവാം. കോമൺ ആയിട്ട് പറയുന്നത് പീരീഡ് സമയത്തുണ്ടാകുന്ന അസഹ്യമായ വേദന. എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറമായിട്ട് ഓരോ പ്രാവശ്യവും വേദനകൾ കൂടി വന്നിരുന്നു. പിന്നെ നടുവേദന പീരീഡിന്റെ സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും എനിക്ക് വേദനയായിരുന്നു. കാലിലേക്ക് വേദന പടരുന്നു. കുറച്ച് സമയം നിന്ന് കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഒന്ന് നടക്കാൻ പറ്റുന്നില്ല, സ്പീഡിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലുള്ള ഒരു രോഗിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു വേദനയായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നെ പീരീഡ് സമയങ്ങളിൽ ഉണ്ടാകുന്ന തലകറക്കം, ഛർദി തുടങ്ങിയവ. ഇത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ ഈ പീരീഡ് സമയത്തുണ്ടാകുന്ന വേദനയാണെന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് ഞാനത് വേദന കൂടി വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആദ്യം ഞാൻ ആയുർവേദത്തിലാണ് പോയത്. അത് നടുവേദനയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവരുടേതായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു. തിരുമ്മാൻ പോയി. 3 മാസത്തോളം റെസ്റ്റ് ചെയ്തു. അവരുടെ മെഡിസിൻ കഴിച്ചു. പക്ഷെ എനിക്കൊരു കുറവും വന്നില്ല. ആ തിരുമുന്ന സമയത്തൊക്കെ ഒരു സമാധാനം കിട്ടും എന്നുള്ളതല്ലാണ്ട് പിന്നീട് വേദന കൂടി വന്നു. 3 സിസേറിയൻ ആയിരുന്നു എനിക്ക് വന്നിരുന്നത്. അത് 2 എണ്ണം അടുപ്പിച്ചിട്ടുള്ള കാലയളവിലായിരുന്നു 2 സിസേറിയൻ നടന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടുത്തെ ഗൈനക്കോളജി, ആ സിസേറിയൻ നടത്തിയ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റ് ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, നമുക്കിതൊന്ന് റിമൂവ് ചെയ്താലോ എന്നാണ് ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ അതൊരു 5 വർഷം മുൻപായിരുന്നു അങ്ങനെ പോയത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും വീട്ടുകാരോട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമുക്ക് ആ ഒരു പരിപാടിക്ക് പോകണ്ട, കുറച്ച് മെഡിസിനൊക്കെ കഴിച്ച് നോക്കാം, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോമിയോയിൽ കാണിച്ചു. ഹോമിയോയിൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ഫൈബ്രോയിഡ്, സിസ്റ്റും ഒക്കെ ചുരുങ്ങി പോകാനുള്ള മെഡിസിനൊക്കെ ഉണ്ട്, യൂട്രസ് ഒന്നും ഇപ്പോഴേ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സിസ്റ്റും ഫൈബ്രോയിഡും ഒക്കെ ചുങ്ങി പോകാനായിട്ടുള്ള മെഡിസിൻ കഴിച്ചു. എനിക്ക് കുറച്ചൊക്കെ വേദന കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം അവർ പറഞ്ഞത് ശരിയായിരുന്നു. ഫൈബ്രോയിഡിൻ്റെയൊക്കെ വലിപ്പം കുറഞ്ഞു, സിസ്റ്റിൻ്റെ വലിപ്പം കുറഞ്ഞു. പിന്നെ അവിടുത്തെ മെഡിസിൻ കുറച്ച് നാളും കൂടെ കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. കുറഞ്ഞിരുന്ന വേദന വീണ്ടും കൂടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കൂടി വന്നുകൊണ്ട് വേറൊരു അലോപ്പതി ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാപ്സ്മിയർ ടെസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തു. അതിൽ വൈറ്റമിൻ ഡി കുറവായിരുന്നു. ഈ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് വേദനകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോകെ ഞാൻ എല്ലാ മാസവും പെയിൻ കില്ലർ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഒരു ദിവസം ഓരോന്ന് വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ വരും സാഹചര്യങ്ങളിൽ ഒരു ദിവസം 2-3 ടാബ് എടുക്കേണ്ടി വരുന്നു. മെഫ്താൽസ്പാസ്, ഡോളോ തുടങ്ങിയവ കഴിച്ചു. പിന്നെ അത് ഒരു 2025 ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡോസ് കൂടുതലായി. അതായത് എനിക്ക് ഡോളോ കഴിച്ചിട്ടും മെഫ്താൽസ്പാസ് കഴിച്ചിട്ടും ഏൽക്കുന്നില്ല. അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ തന്നെ ചോദിച്ചു ഇതിൽ കുറച്ചും കൂടെ ഡോസ് കൂടിയ മെഡിസിൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങനെ മെഡിസിൻ കഴിക്കുന്നത് ശരിയല്ല എന്ന് എപ്പോൾ ചെന്ന് മേടിക്കുമ്പോഴും പറയാറുണ്ട്. പിന്നെ നമ്മളുടെ ഓരോ സാഹചര്യം അനുസരിച്ച് അങ്ങ് പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കുന്ന ശീലമില്ല. ഞാനൊരു ആക്ട്രസും കൂടെയാണ്. അപ്പോൾ എനിക്ക് പോകേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ടുണ്ട്, യോഗയുണ്ട്. ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. വീട്ടിലെ കാര്യങ്ങളൊപ്പം കൊണ്ടുപോകുന്ന ഒരാളാണ്. കുറച്ച് നേരം ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നോട് വീട്ടുകാർ തന്നെ എന്നെ കളിയാക്കുന്നു, ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും അടങ്ങിയിരിക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. വേദന വരുന്ന സമയത്ത് ഒരു ഗുളിക കഴിക്കും. കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറാണ് പതിവ്. അങ്ങനെ ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ വേദന കൂടിയിട്ട് തല പൊക്കാൻ പറ്റുന്നില്ല. കിടപ്പായിപ്പോയി. 2-3 ദിവസമൊക്കെ കിടന്നു. വീട്ടുകാർ തന്നെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളജി കാണാം എന്ന് തീരുമാനിച്ച് ഒരു എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിൽ
ഗൈനക്കോളജി പോയി കണ്ടു. സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ട്യൂബിൽ സിസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പെയിൻ വരുന്നത്, അത് റിസ്ക് ആണ്, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് സർജറി തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്, സർജറി അല്ലാതെ മെഡിസിൻ കൊണ്ട് മാറുമോ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിച്ചു നോക്കാം. മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ട്യൂബിലുള്ള സിസ്റ്റ് അത് ഹെൽത്ത് പോകാനായിട്ടുണ്ട് സാധ്യതയുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിൽ CA എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ലാബിൽ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് ഈ ടെസ്റ്റ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊന്നൊരു ചെറിയൊരു ടെൻഷൻ വന്നു. ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റോ, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഈശ്വര എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തു. ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് ഒരുപാട് ആൻറ്റിജൻ ലെവൽ കൂടുതലായിട്ടാണ് വന്നത്. അത് രസമായിരുന്നു. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമ്മൾ ലാബിൽ നിന്ന് അവർ നേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ആൻറ്റിജൻ ടെസ്റ്റിന് ഭയങ്കര കൂടുതലാണ് കേട്ടോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി കണ്ടോ, അത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ടെൻഷൻ കയറിയിട്ട് ഇതാണ് അസുഖം എന്ന് തീരുമാനിച്ചു ഞാൻ. പ്ലീസ് നിങ്ങൾ ലാബുകാർ അങ്ങനെ വിളിച്ച് ഒരു പേഷ്യൻറ്റിനോട് വിളിച്ച് പറയരുത് കേട്ടോ. ഹോസ്പിറ്റൽ റിസൾട്ടൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അവർക്ക് വീണ്ടും MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. MRI എടുത്തപ്പോഴത്തേക്കും അത് വേറെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. 3 മാസം മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ ഈ സിസ്റ്റ് പേടിക്കാനില്ലാത്ത സിസ്റ്റ് ആണെന്നാണ് ഡോക്ടർ നേരം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ മെഡിസിൻ മുഖേന അത് അലുത്ത് പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാം. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ 2ാം ദിവസം പീരീഡായി. വേദന തുടങ്ങി. ഞാൻ പിന്നെ വന്നിട്ട് ഡോളോയും മെഫ്താലൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഡൈക്ലോമോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെയിൻ കില്ലർ കഴിച്ചു. ഒരെണ്ണം മുഴുവനും കഴിച്ചു. അത് നല്ല ഡോസ് കൂടിയ പെയിൻ കില്ലറാണ്. ഒരെണ്ണം കഴിച്ചു. എനിക്ക് വേദന കുറയുന്നില്ല. രാവിലെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് വേദന കുറച്ച് കുറഞ്ഞത്. മെയ് 10-ാം തീയതി വീണ്ടും ചെക്കപ്പിന് ചെല്ലണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വെളുപ്പിന് ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പയ്യെ വേദന തുടങ്ങി. സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് പോലും വേദന കുറയുന്നില്ല. അടിവയറിന് വേദന, നെഞ്ചിന് വേദന, വയറ്, കാല്, അങ്ങനെ നടുവിന് വേദന. ഞാനിപ്പോൾ മരിച്ചു പോകുന്നു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. രാവിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ അത്യാവശ്യമായിട്ട് വേണം, ഞാൻ ഇന്ന മരുന്നുകളൊക്കെ കഴിച്ചിട്ട് എനിക്ക് കുറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു പെയിൻ കില്ലറിൻ്റെ ഒരു ഡ്രിപ്പ് ഇട്ടു. അരമണിക്കൂറിനുള്ളിൽ ഡ്രിപ്പൊക്കെ കഴിഞ്ഞ് എനിക്ക് വേദന വീണ്ടും കുറയാത്തൊരവസ്ഥയാണ്. ഉച്ചയായിട്ടും കുറഞ്ഞില്ല. ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് ഒരു സമാധാനം വന്നത്. 10-ാം തീയതി എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. 10-ാം തീയതി വെളുപ്പിന് വേദന വീണ്ടും കൂടുതലായിട്ട് എനിക്ക് 9-ാം തീയതിയിലുണ്ടായിരുന്ന വേദനയെക്കാളും കൂടുതൽ. പറ്റുന്നില്ല, കാലൊന്നും നിലത്ത് ഉറപ്പിച്ച് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. അങ്ങനെ എങ്ങനെയോ 7 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വീണ്ടും ഞാൻ അടുത്ത് തന്നെ തലേദിവസം പോയി ഡ്രിപ്പിട്ട ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇന്നതുപോലെ ഞാൻ മെഡിസിൻ അന്ന് കഴിച്ചു, എനിക്ക് കുറയുന്നില്ല. ഇന്നലെ ഇട്ട ഡ്രിപ്പിനേക്കാളും പെയിൻ കില്ലറിനേക്കാളും കുറച്ചും കൂടെ ഡോസ് കൂടിയ മെഡിസിൻ വേണം എനിക്ക് തരാനായിട്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരയാണ്. ഡോക്ടർ ഡോസ് കൂടിയ മരുന്ന് തന്നെ എഴുതി. അതിൻ്റെ ഏത് മരുന്നാണ് എനിക്ക് തന്നേന്നുള്ളത് അദ്ദേഹം എഴുതി തന്നു. കാരണം നമ്മളിനി ചെല്ലുന്ന ഹോസ്പിറ്റലിൽ അവർക്ക് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. വീണ്ടും 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ ഡ്രിപ്പിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഛർദ്ദിക്കുന്നു, തല കറങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഏത് ഹോസ്പിറ്റലാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല, എന്നതുപോലെയാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടുത്തെ നഴ്സിനോട് പറഞ്ഞു. നഴ്സ് വേഗം തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണ്. ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി വേണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഇവിടുന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരാം, എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് അതിനുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഈ സർജറി ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് ടെൻഷനായി. എനിക്ക് പറ്റുന്നില്ല, വേദന കൊണ്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ എറണാകുളത്ത് ചെന്നിട്ട് ഉടനെ തന്നെ എങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക? അത് ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറോട് തന്നെ ചോദിച്ചു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അവരങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് സജസ്റ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറൊക്കെ വന്നു. ആദ്യം തന്നെ വേദന കുറയാനായിട്ടുള്ള മെഡിസിനാണ് അവർ തന്നത്. ഇഞ്ചക്ഷൻ 2-3 ഇഞ്ചക്ഷൻ തന്നു. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് വേദന കുറഞ്ഞ ആശ്വാസമായി, സമാധാനമായി. ഞാൻ കണ്ണ് തുറന്നു, കരച്ചിൽ നിർത്തി, ആശ്വാസത്തിലേക്ക് ഞാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗൈനക്കോളജിയിലെ ഹെഡ് വന്നു. അവർ സ്കാനിങ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് എൻ്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, പെൽവിക് അഡീഷൻ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഇത് എന്തൊക്കെയാണ് ഈ അസുഖങ്ങൾ എന്നുള്ളത്. എത്രയോ നാൾ നമ്മൾ ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ചികിത്സ അവർ ഡയഗ്നോസിസ് ചെയ്തത് എന്തായിരുന്നു, നമ്മൾ എന്ത് മെഡിസിനായിരുന്നു കഴിച്ചിരുന്നത്, അത് മുഴുവൻ ഞാൻ എത്രയോ നാൾ കഴിച്ചു. ആരോട് ഉത്തരവാദിത്വം പറയും? അതിന് ആ ഡോക്ടറാണ്. ആ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോഴേ അവിടുത്തെ ഹെഡ് പറയാണ് ഇന്ന അസുഖങ്ങളാണെന്ന്.
എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയം എന്ന് പറഞ്ഞൊരു പാളിയുണ്ട് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ. അത് ഗർഭാശയത്തിൻ്റെ പുറത്ത് വളരുന്ന ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അഡിനോമയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന അവസ്ഥ. പെൽവിക് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂട്രസ് പല ഓർഗൻസുമായിട്ട് സ്റ്റിക്കാവുന്ന അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് മൂന്നും കൊണ്ടായിരുന്നു ഞാൻ ഈ നടപ്പ് മുഴുവനും നടന്നിരുന്നത്. എന്തോരം വേദന ഞാൻ സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചിലർക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈശ്വരാധീനം കൊണ്ട് ബ്ലീഡിങ് വന്നിരുന്നില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ അസുഖങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് അതിശയായി, ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ നടപ്പ് മുഴുവൻ നടന്നത്, വർക്കൗട്ട് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴോ യോഗ ചെയ്യുമ്പോഴോ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏത് യോഗയിലെ ഏത് ആസനാസും ഞാൻ ചെയ്യും. വർക്കൗട്ട് ആണെങ്കിലും 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യും. എനിക്കത് ആശ്വാസമായിരുന്നു. ചിലപ്പോൾ അതൊക്കെ ചെയ്തത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ഞാൻ പോയതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അസുഖം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്ത് അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി വേണം. പക്ഷേ ഇപ്പോൾ വേദനയൊന്ന് കുറഞ്ഞിട്ട് ഒരു 2 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അത് റിമൂവ് ചെയ്യലേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അത് ഞാനപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സർജറി കൊണ്ട് ഇതൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം നമ്മൾ അത്രയ്ക്ക് സഹിച്ചു. നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാകത്തിന് എന്തിനാണെന്നാവോ ഇങ്ങനെ ഒരു അവയവം തീരെ പറ്റുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ഇന്ന വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നേ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ജനറ്റിക്കലി ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സെക്ഷൻ കഴിഞ്ഞവർക്ക് ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 3 സർജറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2ാമത്തേതും 3ാമത്തേതും വലിയ ഗ്യാപ്പില്ലാത്ത രീതിയിലായിരുന്നു വന്നിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവാം മെയ് 18 സർജറി ഫിക്സ് ചെയ്തു. 17-ാം തീയതി അഡ്മിറ്റായി. 18-ാം തീയതി ഫസ്റ്റ് കേസ് എൻ്റെ ആയിരുന്നു. 9 മണിക്ക് സർജറിക്ക് മുമ്പായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, റിസ്ക് ആണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് സർജറിക്ക് കയറ്റിയത്. രാവിലെ 9 മണിക്ക് കയറിയിട്ട് 12:30 ആയപ്പോഴാണ് സർജറി കഴിഞ്ഞതെന്ന് പറഞ്ഞു. 7-7:30 ആയപ്പോൾ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഈ യൂട്രസ് എനിക്ക് ചെറുകുടലുമായിട്ടും ബ്ലാഡറുമായിട്ടായിരുന്നു സ്റ്റിക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുകുടലുമായിട്ട് ഒട്ടിയിരുന്നപ്പോൾ യൂട്രസ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവർക്കത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഒരുപാട് അവർ കഷ്ടപ്പെട്ടു. ഉള്ളിൽ കുറേ ബ്ലീഡിങ് വന്നു. അതിൻ്റെ മുറിവ് വലുതായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് ഉണങ്ങാനായിട്ട് കുറച്ച് താമസം എടുക്കും എന്ന് പറഞ്ഞിരുന്നു അവർ. കീഹോളായിരുന്നു ചെയ്തിരുന്നത്. 6 ഭാഗങ്ങളിലായിട്ടായിരുന്നു എനിക്ക് മുറിവ് വന്നിരുന്നത്. ഈ മുറിവ് വന്നതിൽ ഈ ഒരു മുറിവ് മാത്രം ഉണങ്ങാനായിട്ട് കുറച്ച് താമസം. തിങ്കളാഴ്ച സർജറി കഴിഞ്ഞു, ബുധനാഴ്ച ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. എടുത്തു കളഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫായെങ്കിൽ പോലും അതിൽ നിന്നൊന്ന് കയറി വരുന്നത് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാലം തന്നെയാണ്. നടക്കുമ്പോൾ ഇങ്ങനെ വലിയ മുറിവുണ്ടായിരുന്നു പറഞ്ഞില്ല, അവിടെ മാത്രം എനിക്കിങ്ങനെ നടക്കുമ്പോൾ വിലങ്ങുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ കാല് നീട്ടി വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടുകാരെ വീണ്ടും ടെൻഷൻ ആക്കണ്ടല്ലോ എന്നോർത്ത് അവിടെ മുറിവ് വലുതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാവാം വേദന എന്ന് വിചാരിച്ചു. 2ാമത്തെ ദിവസമായപ്പോൾ വേദന കൂടുതലായി, പനിയും കൂടുതലായി. പിന്നെ വേദന കൂടുതലാണെന്ന് പറഞ്ഞു. വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. വീണ്ടും സ്കാനിങ് ചെയ്തു. ആ സ്കാനിങ് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. കുറച്ച് സ്വെല്ലിംഗ് ആയി, കുറച്ച് ഇൻഫെക്ഷൻ വന്നു, അഡ്മിറ്റ് ആവേണ്ടി വരും, ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് ആൻറ്റിബയോട്ടിക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി ഞാൻ എത്ര വേദന സഹിക്കണം, ഇപ്പോൾ ഒന്ന് സഹിച്ച് ഒരുമാതിരി ആയി വരുന്നേ ഉള്ളൂ, ഇനിയും വേദന സഹിക്കണോ ദൈവമേ എന്നുള്ളൊരു ചിന്ത വന്നു. അതിൻ്റെ സമ്മതപ്രകാരം വിവരം പറയണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ വീണ്ടും ആൻറ്റിബയോട്ടിക് 2 ആഴ്ചത്തേക്ക് കഴിക്കേണ്ടി വന്നു. ആ ആൻറ്റിബയോട്ടിക് ഭയങ്കര ഡോസ് കൂടിയതായിരുന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് എൻ്റെ കാൽനഖങ്ങളിൽ കറുപ്പ് കളർ വന്നു, കൈനഖങ്ങൾ, നാക്കിലൊക്കെ കറുപ്പ് കളർ, അത്രയ്ക്ക് ഡോസ് കൂടിയ മരുന്നായിരുന്നു. ആ 2 ആഴ്ച ഞാനത് കഴിച്ചു. പിന്നെ ചെക്കപ്പിന് ചെന്നു. 1.5 മാസം എടുത്തു അതൊന്ന് ഉണങ്ങാനായിട്ട്. അവർ പറഞ്ഞു മിനിമം ഒരു 6 ആഴ്ച എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതൊക്കെയാണ് 25 ഒക്ടോബർ മുതൽ കഴിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളാം. അപ്പോൾ എനിക്ക് നിങ്ങൾ സ്ത്രീകളോട് പറയാനുള്ളത്, ഓരോ വേദനയും നിസ്സാരമായിട്ട് കാണരുത്. നമുക്ക് ശരീരം നൽകുന്ന സൂചനകളാണ് ചില വേദനകളും ചില മുഴകളും അല്ലെങ്കിൽ ചില തടിപ്പുകളും മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളും ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വേറെ ഏതൊക്കെയോ അസുഖത്തിൻ്റെ സൂചനകളാണ്. നമ്മളത് നിസ്സാരമായിട്ട് കാണരുത്. ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു, ചെക്കപ്പൊക്കെ നടത്തിയിരുന്നു, പക്ഷേ ഡയഗ്നോസിസ് ചെയ്തത് ലേറ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം വന്നുപോയ പിഴവ് കൊണ്ടാണ് എനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. എനിക്ക് ഇന്നതായിരുന്നു അസുഖം എന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, എനിക്ക് അന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വേദന ഞാൻ സഹിക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, ചെറിയ വേദനകളാണെങ്കിലും നിസ്സാരമായിട്ട് കാണരുത്. എത്രയും പെട്ടെന്ന് നല്ല ഹോസ്പിറ്റലിൽ പോകണം, ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല, ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും
അത് തന്നെയാണ് നല്ലത്. ഒരാൾ മാത്രമായിട്ട് ഒരു വീട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പീരീഡ് സമയത്തുണ്ടാകുന്ന പെയിൻ ആരും നിസ്സാരമായിട്ട് എടുക്കരുത്. അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഡോക്ടർ പറയുന്നത് പീരീഡ് സമയത്തെ പെയിൻ അത്ര നിസ്സാരമാക്കി കാണാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വെയിറ്റ് കുറയ്ക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഭക്ഷണക്കാര്യത്തിൽ യാതൊരു ക്രമീകരണവുമില്ല. പിന്നെ ഞാൻ ഷുഗർ കഴിക്കുന്നില്ല, അതിപ്പോൾ എന്തോ കുറച്ച് നാൾ മുമ്പായിട്ട് ശീലിച്ചതുകൊണ്ട് പഞ്ചസാര മാത്രം അവോയ്ഡ് ചെയ്തേക്കാണ്. ചോറിൻ്റെ അളവും കുറച്ചു. അത് ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടറോടൊന്ന് ചോദിക്കണം, ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് വേണം പോരാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.